ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് ലോകത്തെ ഒന്നാകെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ചൈനയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ യുദ്ധവും അതുപോലെ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയ ചൈനീസ് ടെക് കമ്പനിയായ ഹുവാവെയും. ഹുവാവെയ്ക്ക് ചൈനീസ് ഗവൺമെൻറ്റുമായി അടുത്ത ബന്ധമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് വേണ്ടി അവർ സ്പൈ വർക്ക് നടത്തുന്നുണ്ടെന്നും പറഞ്ഞു. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, അതായത് അമേരിക്കൻ വാണിജ്യ വകുപ്പ്, ഹുവാവെയെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നത്തെ തുടർന്നാണ് ഗൂഗിൾ, ഇന്റൽ, മൈക്രോസോഫ്റ്റ്, കോൾകോം തുടങ്ങിയ നിരവധി അമേരിക്കൻ കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റുകൾ ഹുവാവെയ്ക്ക് നൽകരുതെന്ന ഒരു തീരുമാനത്തിലെത്തിയത്. തുടർന്ന് ഗൂഗിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡ് വരെ ഹുവാവെയ്ക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ലാതെ വന്നു. ഈ ഒരു ഇഷ്യൂവിനെ തുടർന്നാണ് ഹുവാവെ സ്വന്തമായി നിർമ്മിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഹോങ്മെങ് അവരുടെ പുതിയ ഫോൺസിൽ ഇറക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നത്. ഇത് ശരിക്കും ഗൂഗിളിനൊരു തിരിച്ചടിയായിരുന്നു. കുറേ ഡിസ്കഷന് ശേഷം അവർ പിന്നീട് ഹുവാവെയുടെ ഈ ഒരു വിലക്ക് ഒഴിവാക്കുകയും അമേരിക്കൻ കമ്പനികളുടെ പ്രൊഡക്റ്റ് ഹുവാവെയ്ക്ക് നൽകാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തത്. അതുകൊണ്ട് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹുവാവെ സ്മാർട്ട് ഫോണുകളിൽ തുടർന്നും ഉപയോഗിക്കാൻ സാധിച്ചു. എന്നാലും ഭാവിയിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് ഹുവാവെ അവരുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഹോങ്മെങ് പുറത്തിറക്കി എന്ന ന്യൂസാണ് ഏറ്റവും പുതിയതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് OSന് വൻ ഭീഷണിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം വേറൊന്നുമല്ല, ഇന്ന് ഏറ്റവും അധികം ആൻഡ്രോയിഡ് OS വർക്ക് ചെയ്യുന്ന സ്മാർട്ട് ഫോണുകൾ വിൽക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് ഹുവാവെ. ഹുവാവെ ഈ ഒരു ഹോങ്മെങ് OS പരീക്ഷിക്കുന്നു എന്ന കാര്യത്തിൽ ഇത്രയും നാളൊരു വ്യക്തതയില്ലായിരുന്നു. എന്നാൽ ചൈന ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളിൽ ഹോങ്മെങ് OS അറിയപ്പെടുന്നത് ഹാർമണി OS എന്നാണ്. സ്മാർട്ട് ഫോൺ, സ്മാർട്ട് സ്പീക്കേഴ്സ്, ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ ടെലിവിഷൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സെൻസറുകളിലടക്കം പല ഉപകരണങ്ങളിലും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത്. ഹാർമണി OS ലോഞ്ച് ചെയ്തു എന്ന ന്യൂസ് പുറത്തുവിട്ടത് CNBC എന്നൊരു ന്യൂസ് ചാനലാണ്. ആദ്യഘട്ടത്തിൽ ചൈനയിൽ മാത്രമാണ് ഹുവാവെയുടെ ഈ പുതിയ സ്മാർട്ട് ഫോണുകൾ ലഭ്യമാവുക. കമ്പനിയുടെ കൺസ്യൂമർ ഹെഡായ റിച്ചാർഡ് യു ആണ് ഈ ഒരു കാര്യം അറിയിച്ചത്. സ്വന്തമായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറക്കിയതിനാൽ ഹുവാവെയ്ക്ക് ഭാവിയിൽ ഗൂഗിളിനെ ആശ്രയിക്കാതെ സ്മാർട്ട് ഫോൺ നിർമ്മിക്കാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ പറയാം. സൗത്ത് കൊറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംസങ്ങിന്റെ സ്മാർട്ട് ഫോണുകളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്. രണ്ടാമതായി ഹുവാവെയും മൂന്നാമതായി ആപ്പിളുമാണ് വരുന്നത്. ഈ 3 സ്ഥാനങ്ങൾക്ക് ശേഷം ഷവോമി, ഓപ്പോ, വിവോ, OnePlus എന്നീ ചൈനീസ് കമ്പനികളാണ് വരുന്നത്. ഹുവാവെ മാത്രമല്ല, ഇത്തരം ചൈനീസ് കമ്പനികളും ആൻഡ്രോയിഡ് ഉപേക്ഷിച്ച് പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്വീകരിച്ചാൽ ടെക് ലോകത്ത് മൂന്നാമതൊരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും കൂടെ സ്ഥാനം ഉണ്ടായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.